തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ. ഉദയനിധി സ്റ്റാലിന് പുറമെ പുതിയതായി 4 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒരു പദവിയല്ല, ഉത്തരവാദിത്വമെന്ന് ഉദയനിധി സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. മുഹമ്മദ് റഹീസ് ചേരുന്നു ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇത് പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ്, സത്യപ്രതിജ്ഞ മാത്രമേ എന്നാണെന്നുള്ള സംശയം ഉണ്ടായിരുന്നുള്ളൂ. വിവരങ്ങൾ? SKN, അതെ, ഇത് പ്രതീക്ഷിച്ച കാര്യമാണ്. പക്ഷേ ഇന്നലെ രാത്രി വൈകിയൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ഇന്ന് വൈകിട്ട് തന്നെ അധികാരമേൽക്കും എന്നുമുള്ളത് അപ്രതീക്ഷിതമായിരുന്നു. ഒപ്പം തന്നെ മന്ത്രിമാരുടെ പട്ടികയിൽ സെന്തിൽ ബാലാജിയെ ഉൾപ്പെടുത്തിയതും അപ്രതീക്ഷിതമായ ഒരു കാര്യമായിരുന്നു. രാജ്ഭവനിൽ നിന്ന് നൽകിയ അറിയിപ്പ് അനുസരിച്ച് ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയായി മാറുന്നു. ഒപ്പം തന്നെ പുതിയ 4 മന്ത്രിമാർ, അതിൽ ED കേസിൽ അടുത്തിടെ മാത്രം 2 ദിവസത്തിന് മുമ്പ് ജാമ്യം കിട്ടിയ സെന്തിൽ ബാലാജി, ഒപ്പം തന്നെ കോവി ചെഴിയാൻ, R രാജേന്ദ്രൻ, ആവടി നാസർ എന്നിവരെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുന്നു. മനോ തങ്കരാജ്, സെഞ്ചി മസ്താൻ, ഒപ്പം തന്നെ K രാമചന്ദ്രൻ എന്നിവരെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കുന്നു. ഒപ്പം 6 മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുന്നു എന്നുള്ളൊരു അറിയിപ്പാണ് ഇന്നലെ രാജ്ഭവനിൽ നിന്ന് ലഭിച്ചത്. ഏറ്റവും പ്രധാനമായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ DMK-യുടെ ഇന്ത്യ മുന്നണിയുടെ തമിഴ്നാട്ടിലെ വലിയ വിജയത്തിന് പിന്നിൽ തീർച്ചയായും ഉദയനിധി സ്റ്റാലിനായിരുന്നു. അതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനൊക്കെയും തീരുമാനമായിരുന്നു. പക്ഷേ എന്നാകും പ്രഖ്യാപനം, എപ്പോഴാകും അധികാരമേൽക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രമായിരുന്നു ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നത്. എന്തായാലും അതൊക്കെയും ഇന്ന് വൈകിട്ടോടെ കഴിയുകയാണ്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ തന്നെ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം സ്റ്റാലിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ളതാണ്. അദ്ദേഹത്തിന് പഴയ പോലെ ആരോഗ്യമില്ല, നിരവധി അസുഖങ്ങളുണ്ട്, പരിപാടികൾക്കൊന്നും ഓടി നടന്ന് പങ്കെടുക്കാൻ കഴിയാത്തൊരവസ്ഥ കഴിഞ്ഞ കുറേ നാളുകളോട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം തമിഴക രാഷ്ട്രീയം ഒരു തലമുറ മാറ്റത്തിലേക്ക് മാറുകയാണ്. അവിടെ വിജയുടെ പാർട്ടി TVK വലിയൊരു ആരവത്തോടു കൂടി എത്തുകയാണ്. അതിൻ്റെ സമ്മേളനമൊക്കെയും അടുത്ത മാസം 27-ാം തീയതി നടക്കുന്നു. ഒപ്പം തന്നെ BJP-യുടെ നേതൃനിരയിൽ ഒരു യുവ നേതാവാണ് ഉള്ളത്, K അണ്ണാമല. അങ്ങനെ തമിഴക രാഷ്ട്രീയം യുവത്വത്തിന് പിറകെ പോകുമ്പോൾ യുവാക്കളുടെ വോട്ട് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് DMK-ക്ക് അവിടെ ഒരു യുവ നേതാവിനെ അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ തന്നെ അത് ഔദ്യോഗികമായി തന്നെ പ്രതിഷ്ഠിക്കേണ്ടിയിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. TVK-യുടെ വളർച്ച, ഒപ്പം തന്നെ അണ്ണാമല ഉയർത്തുന്ന ഭീഷണി, ഇതിനെയൊക്കെയും തടയിടാൻ വേണ്ടിയിട്ട് എടുത്തൊരു തീരുമാനം. DMK-യിലെ മുതിർന്ന നേതാക്കൾക്കൊന്നും ഇത് സംബന്ധിച്ച് വലിയ എതിർപ്പുകളില്ല. പ്രതിപക്ഷ പാർട്ടികൾ പൊതുവെ ദുർബലമായതുകൊണ്ട് തന്നെ അണ്ണാ DMK-യിൽ നിന്നും BJP-യിൽ നിന്നും വലിയ വിമർശനങ്ങളൊന്നും നേരിടാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് തന്നെയാണ് സമയം. എന്തായാലും നേരത്തെ സ്റ്റാലിന് വേണ്ടി K കരുണാനിധി വെട്ടിയ വഴിയിലൂടെ തന്നെയാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി പ്രതിഷ്ഠിക്കുന്നത്. 2009-ൽ ആദ്യ ഉപമുഖ്യമന്ത്രി, തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രിയായി സ്റ്റാലിൻ മാറുന്നു. ഇപ്പോൾ അതാ സ്റ്റാലിൻ അതേ പാതയിൽ തന്നെ മന്ത്രിസ്ഥാനം നൽകി ശേഷം കുറച്ചു കഴിഞ്ഞ് മുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിനെയും കൊണ്ടുവരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം ഒരു സുപ്രധാന ദിവസം തന്നെയായിരിക്കും തമിഴക രാഷ്ട്രീയത്തിൽ. SKN.